സ്ത്രീധനത്തിൽ മുസ്ലിമായ ഒരു വരൻ. ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ അതാണ് മൈസൂർ കല്യാണം. പക്ഷേ 2 മിനിറ്റ് കൊണ്ട് തീരുന്ന നിക്കാഹ് കർമ്മം കഴിഞ്ഞ് ചുരം കയറി ആ പെൺകുട്ടികൾ മൈസൂരിലെത്തിയപ്പോൾ അവർക്ക് എന്തു സംഭവിച്ചുവെന്ന് നോക്കണ്ടേ? ആ കാഴ്ചകളിലേക്കാണ് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ക്യാമറ ഇത്തവണ തിരിച്ചുവെക്കുന്നത്. 1970-കൾക്ക് മുമ്പ് മലബാറിലെ മുസ്ലിം വിവാഹങ്ങളിൽ സ്ത്രീധനത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലുമില്ലായിരുന്നു. കാരണവന്മാരും നാട്ടുകാരും തമ്മിൽ വഴിവക്കിലും പാടവരമ്പത്തും പള്ളികളിലും പെണ്ണുപോലും അറിയാതെ നിക്കാഹ് നടത്തിപ്പോന്ന കാലം പഴമക്കാരുടെ ഓർമ്മകളിൽ ഇന്നുമുണ്ട്. അന്നത്തെ വിവാഹബന്ധങ്ങളുടെ അടിസ്ഥാന നോട്ടം മതബോധത്തിലും കുടുംബ മഹിമയിലുമായിരുന്നു. 70കളുടെ അവസാനത്തിലും 80കളുടെ തുടക്കത്തിലുമായി മുംബൈ, മംഗലാപുരം അധോലോകം വഴിയുള്ള സ്വർണ്ണക്കടത്തും ഗൾഫ് നാടുകളിലേക്കുള്ള ചെറുപ്പക്കാരുടെ ഒഴുക്കും മലബാറിലെ മുസ്ലിം സമുദായത്തെ വിഭജിച്ചു തുടങ്ങി. പതുക്കെ പതുക്കെ ഈ വിഭജനം പൂർണ്ണമായി. അതോടെ വിവാഹസമയം വരന് പണം, സ്വർണം, വാച്ച് എന്നിവ അച്ചാരമായി കൊടുക്കുന്ന പതിവ് ആരംഭിച്ചു. ഗൾഫ് പണക്കാരുടെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയാണ് ഇത്തരമൊരു സമ്പ്രദായത്തിന് തുടക്കമിട്ടത്. പിന്നീട് 90കളുടെ തുടക്കത്തിൽ പൊന്നും പണവും കിട്ടാതെ കെട്ടില്ലെന്ന അവസ്ഥയിലെത്തി. അംഗസംഖ്യ കൂടുതലുള്ള കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം പെൺകുട്ടികളെ വിവാഹം ചെയ്തയക്കുക ഏറെ ദുഷ്കരമായി. പെൺകുട്ടികൾ വീട് നിറഞ്ഞു നിൽക്കുന്നത് എല്ലാ മാതാപിതാക്കൾക്കും ആധിയാണ്. ഈ ആധി തീർക്കാനാണ് പലപ്പോഴും നേരായ മാർഗത്തിൽ കുട്ടികളെ കെട്ടിച്ചു എന്ന് വരുത്തി തീർക്കാനെങ്കിലും പലരും മൈസൂരിലേക്ക് അയക്കാൻ തീരുമാനിച്ചത്. 80കളുടെ അവസാനത്തിലാണ് ബ്രോക്കർമാർ മുഖേന ആദ്യം വയനാട് നിന്നും പെൺകുട്ടികൾ മൈസൂരിലെത്തി തുടങ്ങുന്നത്. പിന്നാലെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, തൃശൂർ തുടങ്ങിയ ജില്ലകളിലേക്കും ബ്രോക്കർമാർ തങ്ങളുടെ ലാഭക്കച്ചവടം വ്യാപിപ്പിച്ചു. മനസ്സ് നിർജീവമായി പോകുന്ന കാഴ്ചകളാണെങ്കും. 17 വയസ്സ് തികയുകയും ഭാരിച്ച സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ പോവുകയും ചെയ്യുന്ന എല്ലാ പെൺകുട്ടികളും ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നു. വരാതിരിക്കാൻ അവർക്കാവില്ല. കാരണം ഇസ്ലാം ഹറാമാക്കിയ സ്ത്രീധനം അത്രമേൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതുതന്നെ. മൈസൂരിലെ ചേരികളിലെ വൻ ക്രിമിനലുകളടക്കമുള്ളവർ പുതിയാപ്പിളമാരായി വേഷം മാറി പണവും സ്വർണവും പിടുങ്ങാൽ പതിവായി. അന്ന് മൈസൂർ കല്യാണങ്ങളുടെ ചതിക്കുഴികളെക്കുറിച്ച് ആരോടും ഒന്നും മിണ്ടാനാകാതെ ഈ പെൺകുട്ടികളിൽ പലരും അറവുമാടുകളെപ്പോൽ ജീവിതം മരിച്ചു തീർത്തു. ആ ഒഴുക്കിലെത്തിയ ആദ്യ ഇരകളിലൊരാളാണ് മാനന്തവാടി പള്ളിക്കരയിലെ പാത്തു. മോഹന വാഗ്ദാനങ്ങളിലകപ്പെട്ട് മൈസൂരിലെ ഗൌസ്യ നഗർ എന്ന ചേരിയിലേക്ക് തള്ളപ്പെട്ടപ്പോഴാണ് അറിഞ്ഞത് തന്റെ ഭർത്താവിന് ആദ്യ ഭാര്യയും അതിൽ 7 മക്കളുമുണ്ടെന്ന്. ഈ ചേരിയിൽ തന്നെ ദുരിത ജീവിതം തുടർന്ന പാത്തുവിന് 4 പെൺമക്കളും പിറന്നു. ഇളയ മകൾക്ക് ഇന്ന് 15 വയസ്സായി. 4 പേരും 7ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി. 10 വർഷം മുമ്പ് ഭർത്താവ് മരിച്ചതോടെ തീർത്തും ചേരിയിൽ ഒറ്റപ്പെട്ട ഇവരുടെ വരുമാനമാർഗം ചന്ദനത്തിരി നിർമ്മാണമാണ്. വെളുക്കു മുതൽ രാവേറും വരെ 1000 ചന്ദനത്തിരി ഉണ്ടാക്കിയാൽ ഒരാൾക്ക് കിട്ടുന്ന വരുമാനം 20 രൂപ. ഇതുകൊണ്ട് എന്തെല്ലാം ചെയ്യാനാകുമെന്ന് പാത്തു വിശദീകരിക്കും. തികയൊന്നുമില്ല. വേറെ വാടക കൊടുക്കണമെങ്കിൽ ഭയങ്കര കഷ്ടം. 1000 റുപ്യ വാടകയല്ലേ. 1000 റുപ്യ വാടക കൊടുത്ത് അന്ന് വാടക കൊടുക്കുന്ന ഒന്നുമില്ല. പിന്നെ തിന്നനുമില്ല, കുടിക്കാനുമില്ല, ഒന്നിനുമില്ല. ഇതിന്റെ അകത്ത് തെരച്ചിട്ട് എന്ത് കിട്ടൂ? ഞാനൊന്ന് ആലോചിച്ച് നോക്കുക അല്ലേ. 23 വർഷം മുമ്പ് 7 മക്കളുള്ള ഭർത്താവിന്റെ 2ാം ഭാര്യയായാണ് പാത്തു വയനാട് നിന്നും മൈസൂരിലെത്തിയത്. ഇന്ന് വിവാഹപ്രായമെത്തിയ 4 പെൺമക്കളെയും കൂട്ടി രാവേറും വരെ ചന്ദനത്തിരി ഉണ്ടാക്കിയാൽ ഇവർക്ക് കിട്ടുന്നത് വെറും 100 രൂപ മാത്രം വരുമാനം. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും മാത്രം ബാക്കിയാക്കിയ ഈ ഗലിയിൽ നിന്നും രക്ഷപ്പെടാൻ ഓരോ ദിവസവും ഇവർ ഏറെ മോഹിക്കുന്നുണ്ട്. ഇത്തരത്തിൽ മൈസൂർ സിറ്റി കോർപ്പറേഷന്റെ 10 കിലോമീറ്റർ ചുറ്റളവിൽ ശാന്തിനഗർ, ഭാരത് നഗർ, നെഹ്റു നഗർ, കല്യാണഗിരി, ഗൌസിയ നഗർ തുടങ്ങിയ 100ഓളം വൃത്തിഹീനമായ ചേരികളിലേക്കാണ് പൊന്നും പണവും അങ്ങോട്ടു നൽകി പെൺകുട്ടികളെ തള്ളിയത്. KR നഗർ, ശ്രീരംഗപട്ടണം, കൊള്ളേകൾ, ചാമരാജ് നഗർ എന്നിവിടങ്ങളിലെ അറിയപ്പെടാത്ത ചേരികളിലുമായി കഴിഞ്ഞ 23 വർഷത്തിനിടെ 10,000-ഓളം പെൺകുട്ടികൾ മൈസൂർ കല്യാണങ്ങൾക്കിരയായി. കുടക്, ഗൂഡല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കണക്കുകൂടിയെടുത്താൽ പെൺകുട്ടികൾ 15,000 കടക്കും. ഇപ്പോഴും 3 ദിവസത്തിനിടെ ഒരു പെൺകുട്ടി എന്ന തോതിൽ ഇവിടെ വന്നടിയുന്നു. ഭാഷയറിയാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ആയിരക്കണക്കിന് സഹോദരിമാരാണ് ഈ ഗലികളിൽ തടവുകാരെ പോൽ കഴിയുന്നത്. ആരുടെയും കരളലിയിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാഴ്ചകളാണ് എങ്ങും. ഒരാഴ്ച നീണ്ട അന്വേഷണത്തിനിടെ നിരവധി ഇരകളെ ഞങ്ങൾ കണ്ടു. ചിലർ ക്യാമറയ്ക്ക് മുന്നിൽ നിന്നും ഒളിച്ചോടി. ചിലർ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വിമുഖത കാണിച്ചു. മറ്റു ചിലർ തങ്ങൾക്കിവിടെ നല്ല സുഖമാണെന്ന് വീട്ടിലും നാട്ടിലും പ്രചരിപ്പിച്ചതിനാൽ ഒന്നും പറയാൻ നിർവാഹമില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞു.
തങ്ങളുടെ ദുർവിധി മറ്റാർക്കും വരരുതെന്ന് കരുതിയിട്ടെങ്കിലും ചിലർ മനസ്സു തുറക്കാൻ തയ്യാറായി. ഇവിടെ വന്നാൽ ഇവിടുത്തെ ചില ഭർത്താക്കന്മാർ നല്ല ഉണ്ടാവും, ചില ഭർത്താവ് രണ്ട് ഭാര്യമാർ. ഭർത്താവിന്റെ ആദ്യ വിവാഹമെന്ന് കരുതി ഇവിടെ എത്തുന്ന പെൺകുട്ടികൾ വഞ്ചിക്കപ്പെട്ടു എന്നറിയുക വൈകിയായിരിക്കും. പലർക്കും 5ഉം 6ഉം അതിൽ കൂടുതലും ഭാര്യമാരുണ്ടാകും. നാട്ടുകാരും അയൽവാസികളുമായ പല പെൺകുട്ടികളും ഈ ചേരികളിൽ ചുമരുകൾക്കപ്പുറം താമസിക്കുന്നുണ്ട്. പക്ഷേ തമ്മിലൊരുക്കൽ പോലും കാണാതെ വർഷങ്ങളായി തടവുകാരെപ്പോൽ കഴിയുന്നു. പലരും തിരിച്ചറിയാനാവാത്ത വിധം മെലിഞ്ഞുണങ്ങി. അതിനുമേൽ ബുർഖയും കൂടി ധരിച്ചാൽ പിന്നെ ആര് തിരിച്ചറിയാൻ? കുറ്റകൃത്യങ്ങൾക്ക് കുപ്രസിദ്ധി നേടിയ 24 മണിക്കൂറും മാലിന്യം ചാലിട്ടൊടുക്കുന്ന ഈ ചേരികളിലേക്കാണ് മലബാറിലെയും മൈസൂരിലെയും ബ്രോക്കർമാർ ലക്ഷത്തിന് 30,000 രൂപ കണക്കിൽ കമ്മീഷൻ പറ്റി മലയാളി പെൺകുട്ടികളെ തള്ളുന്നത്. ഓരോ ദിവസവും മരിച്ചു ജീവിക്കുന്നവർ. ഒറ്റമുറി ചേരിയിൽ 8ഉം 10ഉം അംഗങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. ശാന്തി നഗർന്ന ഈ ചേരിയിൽ വെച്ചാണ് കണ്ണൂർ ഇരിട്ട് സ്വദേശിയും 2 കുട്ടികളുടെ അമ്മയുമായ ഇവളെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. പ്രീ ഡിഗ്രി വരെ പഠിച്ചവൾ. ടീച്ചറാവാനായിരുന്നു ആഗ്രഹം. പക്ഷേ വീട്ടിലെ ദാരിദ്ര്യം കാരണം പള്ളി കമ്മിറ്റിയുടെ ഒത്താശയോടെ 10 പവനും 50,000 രൂപയും സ്ത്രീധനം നൽകി 18ാം വയസ്സിൽ ചേരിയിലെത്തിയപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. തന്റെ അനുഭവം കണ്ടും കേട്ടുമെങ്കിലും ആരും പെൺമക്കളെ മൈസൂരിലേക്ക് കടമ കഴിച്ചയക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവൾ ക്യാമറയ്ക്ക് മുമ്പിലിരിക്കാൻ തയ്യാറായത്. പക്ഷേ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി അവർ കരഞ്ഞുകൊണ്ടേയിരുന്നു. കൊന്നാലും ഏറ്റവും നല്ലത്. ഞാൻ ക്ഷമിക്കുന്നോളം ഭൂമിയിൽ ഒരു പെണ്ണും ക്ഷമിച്ചിട്ടില്ല. ഇവളുടെ ജീവിതത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ 9 വർഷങ്ങൾ കടന്നുപോയിരിക്കുന്നു. തന്നെപ്പോലുള്ളവർ മൈസൂർ കല്യാണങ്ങൾക്കിരയായതിന്റെ കാരണക്കാർ ആരാണെന്ന് ഇവൾ അനുഭവത്തിൽ നിന്നും പറയുന്നത് കേൾക്കുക. ജനങ്ങളുടെ സഹകരണം കൊണ്ടാണ് എനിക്കിന്നിപ്പോ ഈ കല്യാണം വലിയ തടവായി കിട്ടിയത്. രാത്രിയായതോടെ ഞങ്ങൾ ഇവൾ താമസിക്കുന്ന ചേരിയിലെ മുറിയിൽ ചെന്നു. ഭർത്താവ് വന്നിട്ടില്ല, വരികയുമില്ല. മിക്കപ്പോഴും ഇതുതന്നെയാണ് അവസ്ഥ. അയാൾക്ക് എന്താണ് ജോലിയെന്ന് പോലും ഇവൾക്കറിയില്ല. 1000 രൂപ വാടകയുള്ള ഒറ്റമുറിക്കപ്പുറം 7 കന്നുകാലികളെ കെട്ടിയിരിക്കുന്നു. അവയുടെ വിസർജ്യങ്ങളും തീറ്റ സാധനങ്ങളും മുറിക്കു ചുറ്റും അനുഭവപ്പെട്ട മണവും ആരിലും അറപ്പുളവാക്കും. പക്ഷേ ഇവൾക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല. വല്ലപ്പോഴും വരുന്ന ഭർത്താവ് ചെലവിന് കൊടുക്കുന്ന ഒരു കണക്ക് പുസ്തകം തന്നെ വെച്ചിരിക്കുന്നു. മൈസൂർ കല്യാണത്തിന്റെ കൊടും ചതിയിലകപ്പെട്ട ഒരുവൾ. കോഴിക്കോട്ടെ ഒറ്റക്കയൻ ബ്രോക്കറും ഭർത്തൃബന്ധുക്കളും ചേർന്ന് നടത്തിയ നാടകം മാത്രമാണ് തന്റെ വിവാഹമെന്ന് ഇവൾ പറയുന്നു. മരണത്തിനും ജീവിതത്തിനുമിടയിലെ നടുക്കടലെന്ന് വിശേഷിപ്പിക്കുന്ന ഈ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഒരിക്കലും പുറം ലോകം കാണില്ലെന്നുറപ്പ്. ഒരുപക്ഷെ രക്ഷപ്പെടാൻ ഒരവസരം ലഭിച്ചാൽ ഇവർ മരണത്തിലായിരിക്കും അഭയം പ്രാപിക്കുക എന്നും മുന്നറിയിപ്പ് നൽകുന്നു.